സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ. അത് മഥനം ചെയ്ത് ഗുരുരൂപിയായ ചന്ദ്രനെ. ഊർധ്വം ഗമയത്, ഊർധ്വഗാമി, ഉച്ചൈസ്രവസ്, ശ്രോതവ്യം. അപ്പോഴാണ് വേദം പഠിക്കാൻ ശ്രോത്രീയനായ ഗുരുവിന്റെ സവിധത്തിലിരുന്ന് ശ്രുതി പാരകനായിത്തീരാൻ. ഗുരു ശ്രോത്രീയനാവണം, ശ്രുതി നിർദോഷമാണ്. പഠിക്കാൻ വരുന്ന ശിഷ്യൻ പാപമുള്ളവനായാൽ മീമാംസാവിരുദ്ധമായ അർത്ഥം മനസ്സിലാക്കി അനർത്ഥങ്ങളിൽ ചാടും. അതാണ് വിരോചനന് പറ്റിയത്. ആസുരി സമ്പത്തുള്ളവൻ, പാപമംഗിലമായ മനസ്സുള്ളവൻ ശാസ്ത്രം പഠിക്കാൻ പോകും. ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പം അതാണ്. അനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനാദികൾ കൊണ്ട്, അതൊക്കെ എന്തിനാ? വേദാന്തത്തിൻ്റെ അങ്ങേത്തല ആദ്യം അങ്ങ് പഠിക്കും. മനസ്സിലായില്ല? എന്നിട്ട് പാപമംഗിലമായ മനസ്സോടുകൂടി ഇതൊക്കെ അങ്ങ് പഠിച്ചു പോകും. എന്നിട്ട് കാണുന്നതിനോടൊക്കെ കയറി തർക്കിക്കും. തർക്കാത് അപ്രതിഷ്ഠാനാത് എന്ന സത്യം മനസ്സിലാക്കില്ല. അതിനുള്ള വിനയമുണ്ടാകണമെങ്കിൽ ഗുരുലാഭവും ശ്രോതവ്യവും. വേദം തന്നെ ചോദിക്കുന്നുണ്ട്, വിവേത്യ അല്പശ്രുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. വേദം ചോദിക്കുന്നത് ഇവൻ എപ്പോഴാണ് എൻ്റെ തലയ്ക്കടിക്കുക. ചില ആചാര്യന്മാരുടെ അടുക്കിലേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലും. അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേ വേദം എന്നോട് തന്നെ ചോദിക്കും, ദൈവമേ ഇവനെ പഠിപ്പിക്കുകയാണോ ഇയാൾ? ഇവൻ എപ്പോഴാണ് എൻ്റെ തലയ്ക്ക് തല്ലുന്നത്? ഇവനൊരു മൈക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയെ ഇവൻ നിന്ദിക്കും, നിഷേധിക്കും, ശ്രുതി വാക്യങ്ങളെ നിഷേധിക്കും, ആളുകളുടെ കയ്യടി കിട്ടാൻ. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേദം തന്നെ ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങളിലും മറ്റുള്ളതിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അടിച്ചു വരുമ്പോൾ, അത് ഇന്ന സ്വാമി പറഞ്ഞു, ഇന്ന സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അടിച്ചു വരുമ്പോൾ, ആ അടിച്ചു വരുന്നതിൽ നോക്കിയാൽ വേദനിഷേധം കാണാം. അതുകൊണ്ട് വൈദികി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശ്രുതി അധിഷ്ഠിതമായി പറയണം. അതാണ് ഉച്ചൈസ്രവസ്. അത് കഴിഞ്ഞാൽ ശാർംഗധനുസ്, വിഷ്ണുവിന്റെ വില്ല്. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് മറ്റൊരു പേരാണ് നിധിധ്യാസനം. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം, അതിന് നിധിധ്യാസനം എന്ന് പറയും. എല്ലാ സാധനയുടെയും അന്തിമ ലക്ഷ്യം ആത്മദർശനമാണ്. തു പരമോ ധർമ്മോ യദ്യോഗേന ആത്മദർശനം നിർവർണയതി നിധിധ്യായതോ ലോകയതി പശ്യതി എന്ന് ആഖ്യാത കോശത്തിലുണ്ട്. ഏകാകാര ചിത്തവൃത്തി പ്രവാഹം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. താഭ്യാം നിർവിചികത്സർദ്ധേ ചേതസസ്ഥാപിതസ്യ യത് ഏകദാനത്വമേതദ്ധി നിധിധ്യാസനമുച്യതേ. ശ്രവണ മനനങ്ങൾ കൊണ്ട് പരമാർത്ഥ തത്വത്തിൽ സ്ഥിതമായ ചിത്തത്തിൻ്റെ ഏകതാനത നിധിധ്യാസനം. അത് വില്ലാണ്. ഏതുതരം വില്ല്? പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്. ഇത് ഉച്ചൈസ്രവസ്, ഊർധ്വഗാമി. അത് കഴിഞ്ഞു വരുന്ന ശൃംഗം. ശൃംഗം, ശാർംഗ, ധനുസ്. അടുത്തത് പാഞ്ചജന്യം എന്ന ശംഖാണ്. പഞ്ചജന ഉൽപാദകായേഷാം തേ പഞ്ചജനാഹ തത്ര ഭവ പാഞ്ചജന്യഃ. അഞ്ചിന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. 5 ഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചേന്ദ്രിയം. നിധിധ്യാസനം കഴിഞ്ഞ് വ്യുത്ഥാനദശയിൽ ശബ്ദസ്പർശാദി 5 വിഷയങ്ങളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മദർശനം. സമാധി, വ്യുത്ഥാനം എന്ന് 2 അവസ്ഥകളുണ്ട്. സമാധി, ആ അവസ്ഥയിൽ സത്യം സാക്ഷാത്കരിച്ചു നിൽക്കുകയും വ്യുത്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഭാസിച്ച് നിൽക്കുന്നത് ഏതധിഷ്ഠാനത്തിലാണ് എന്നറിയുകയും ചെയ്യുക. ശ്രോത്രനേത്രാദികൾക്കെല്ലാം അതാതിൻ്റെ ദേവതകളുണ്ട്. യോഗസാധന കൊണ്ട് അവ സ്ഫുരിക്കും. ഒരു 10 ദിവസം സത്യം പറഞ്ഞു നോക്കുക, ദേവതകളൊക്കെ ശക്തമാവും. 10 ദിവസം ലൗകികമായ സത്യമേ പറയൂ, ലൗകികമായ നുണയൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ ഈ ദേവതകൾ ഉണരാൻ തുടങ്ങും. തങ്ങളുടെ ദിവ്യധാമത്തിലേക്ക് വരാൻ അവർ യോഗകർത്താവിനെ ക്ഷണിക്കും. ആ ദേവതകളാ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ദിവ്യഭോഗങ്ങളിലേക്കുള്ള ആകർഷണം. യോഗി സൂക്ഷിക്കേണ്ടത് ഈ 2 രംഗങ്ങളിലാണ്. ഈ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ
ദിവ്യഭോഗങ്ങൾക്ക് ആകർഷണം വരുമ്പോഴാണ് സംഘം ഉണ്ടാകുന്നത്, കൂട്ടിച്ചേരാനുള്ള പ്രവണതയുണ്ടാവും. വാക്കുകളിൽ ആകർഷണീയത വരും, ഭക്തന്മാർ കൂടും, അവരവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങും. കളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും അവരോടൊപ്പം കളിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ യോഗം ഭോഗമായി മാറും. ഇത് കണ്ട് ഭോഗത്തിൽ തന്നെ കിടക്കുന്നവൻ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും. അതാണ് മിക്കവാറും ഈ വഴി പോകുന്നവർക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ അധപ്പതനം. ദേവതകളെ ഉപാസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. വഴിക്ക് പോകുമ്പോഴാണ് ഉപാസനയിൽ ദേവതകളെയൊക്കെ തിരിച്ചറിയണം. ഇത് കണ്ണിൻ്റെ ദേവതയാണ്, ഇത് ചെവിയുടെ ദേവതയാണ്, ഇത് മനസ്സിൻ്റെ ദേവതയാണ്. ഈ ദേവതകളൊക്കെ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യഭോഗങ്ങൾക്ക് വേണ്ടി കെഞ്ചും, എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. രണ്ടാമത് ദേവതകൾ ഇവനെ അനുസരിക്കുന്നു എന്നിവൻ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഒരിടത്തിരുന്നു കൊണ്ട് മറ്റൊരിടത്ത് സംഭവിക്കുന്നത് അവന് പറയാൻ കഴിയും. ദേവതകളെ തൻ്റെ അനുസരണയിൽ വരുത്തിയിരിക്കുന്നു എന്നവൻ അറിയുമ്പോൾ അഹങ്കാരം ഉണ്ടാവും. അങ്ങനെ അഹങ്കാരം കൊണ്ട് യോഗി വീഴും. പൂർണ്ണ വൈരാഗ്യം വന്നില്ലെങ്കിൽ ഭോഗാസക്തനാവും, അല്ലെങ്കിൽ മഹാഗർവിതനാവും. ഇത് വരാതിരിക്കണം. അതാണ് ശംഖ്. ശം കല്യാണമയാനി ഘാനി ഇന്ദ്രിയാണി യസ്യ ഏനവ പാഞ്ചജന്യമെന്ന ശംഖ്. ഖം ആകാശം, ആകാശം സുഷ്ടുവായിരിക്കണം. ഖം ബ്രഹ്മ, ഇതുകൊണ്ട് നിധിധ്യാസനമാണ് ജ്ഞാനം. കൗസ്തുഭം, വിഷ്ണുവാണ് സ്വീകരിച്ച ശീതളം, സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പുള്ളത്. മുക്താവിദ്രുമ വജ്ര ഇന്ദ്രവൈഡൂര്യ സ്ഫടികാദയ ചക്ഷുഷ്യമണയ ഗീത ലേഖന വിഷസൂദനാഹ പവിത്രാധാരണായാം ച പാപാലക്ഷ്മി മലാപഹ എന്ന് സുശ്രുതൻ രത്നങ്ങളെ പറ്റി പറയുന്ന ഭാഗം. കും പൃഥ്വീം സ്തുഭ്നാതി വ്യാപ്നോതി ഇതി കുസ്തുബ്സഹ ഏവ കൗസ്തുഭഃ സ്തുഭ്നാതി സ്തോഭയതി വാ കുസ്തുഭഃ സ ഏവ കൗസ്തുഭഃ. സ്തോഭം വാക്യപൂരണത്തിനുള്ള നിരർത്ഥക ശബ്ദം. ഹും ഭട്ട് എന്നൊക്കെ വേദത്തിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ശബ്ദപ്രപഞ്ചത്തെയും നിരർത്ഥകമാക്കുന്നത്, സ്വയം പ്രകാശാത്മാവായത് കൗസ്തുഭം. ശബ്ദബ്രഹ്മത്തെ അടുത്തനുഭവിക്കുന്നത് അന്തരംഗ സാധനയിൽ വളരെ ശ്രേഷ്ഠമായി. ഇത് കഴിയുമ്പോഴാണ് ആ പ്രപഞ്ചത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് ധന്വന്തരിയായി ധനും പീഡാം അന്തരയതി ബഹി കരോതി ഇതി ധന്വന്തരി. സകല പീഡകളും തീർന്നു. സംസാരത്തിലെ പീഡകൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. ഈ 3 തരം ദുഃഖങ്ങളും തീർത്ത് ധനും പീഡാമന്തരയതി ബഹിക്കരോതി ധന്വന്തരി ഉയർന്നു വരുന്നു. അസംഖ്യങ്ങളായ പീഡകളുണ്ട്. അവയെ മൊത്തത്തിൽ തിരിച്ചാൽ ആവരണമെന്നും വിക്ഷേപമെന്നും രണ്ടായി തിരിക്കാം. ആവരണവും വിക്ഷേപവും. അതിൽ അജ്ഞാനം സാമാന്യമാണ്, ആവരണം വിശേഷമാണ്. അജ്ഞാനം നിലനിൽക്കും, ആവരണം നശിക്കും. ജ്ഞാനം കൊണ്ട് ആവരണം മാറും, അജ്ഞാനം നിലനിൽക്കുക തന്നെ ചെയ്യും. അസത്വാപാദകം, അഭാനാപാദകം എന്ന് 2 തരം ആവരണങ്ങളുണ്ട്. ബ്രഹ്മമില്ല, അത് അസത്വാപാദകമായ ആവരണം കൊണ്ട് തോന്നുന്നതാണ്. ബ്രഹ്മം ഭാസിക്കുന്നില്ല, അറിയപ്പെടുന്നില്ല, അത് അഭാനാപാദക ആവരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഭഗവത് വിഷയകമായ ചിത്തവൃത്തി സമ്പാദനം, ഭഗവത് സമ്മുഖതയും ഭഗവത് ചിത്തവൃത്തിരാഹിത്യവും ഭഗവത് വിമുഖതയും. അപ്പോൾ ധന്വന്തരി ശബ്ദം ശോകനിവൃത്തി. അമൃത് ധന്വന്തരിയുടെ ശിരസാദ്യം, അതിൽ നിന്ന് ആയുർവേദം, അത് കഴിഞ്ഞ് കയ്യിൽ നിരങ്കുശ തൃപ്തിയാകുന്ന അമൃത്. തഥാ കരതലീകൃത്യ വ്യാപിഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാനം. അത് കഴിഞ്ഞാണ് ഹാലാഹലം വരുന്നത്. അതാണ് ശിവൻ കുടിച്ചത്. എങ്ങനെ കുടിച്ചു എന്ന് പല കൊണ്ട്, ശംഖിലെടുത്ത് കുടിച്ചു, അങ്ങനെ പല കണക്കുകളുണ്ട്. കയ്യിൽ കുടിച്ചു എന്നാണ് സ്വീകരിക്കുന്നത്. ശൈവാഗമങ്ങൾ സ്വീകരിക്കുന്ന അദ്ദേഹം കൈക്കുമ്പിളിലേക്ക് വിഷം കയ്യിലെടുത്ത് വലിച്ചു കുടിച്ചു എന്നാണ്. കുടിച്ചിട്ടത് കുടഞ്ഞപ്പോൾ വീണത് ചില മരങ്ങളൊക്കെ വലിച്ചെടുത്തു. അതിൽ കുറച്ച് പാമ്പുകൾ നക്കിയെടുത്തു. അതാണ് പാമ്പിൻ്റെയും തേളിൻ്റെയും ഒക്കെ വിഷം. അതിൽ നിന്ന് കുറച്ചൊക്കെ
മനുഷ്യനെടുത്തു. അതുകൊണ്ടാണ് സർവാംഗം വിഷം. ഇങ്ങനെയാണ് ഐതിഹ്യകാരൻ പറയുന്നത്. യോഗ്യമായ സ്ഥലത്ത് വിഷം, രത്നം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. വിഷമായതുകൊണ്ട് രാഗമില്ല. ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും തീരും. അതുപോലെ ഭൗതികാസ്തിത്വത്തിൻ്റെ എല്ലാം തീർന്ന് പൂർണ്ണാനന്ദരൂപമായ സച്ചിദാനന്ദമായ അഖണ്ഡാകാര വൃത്തി രൂപത്തിലുള്ള ഹാലാഹലം, അത് സംസാരം കടഞ്ഞെടുത്ത് കുടിക്കുന്ന ദിനം വരാം. അതുകൊണ്ട് ഇന്ന് ഹാലാഹലം കുടിക്കുക, ശിവസ്വരൂപമാവുക, ശിവനെ ഭജിക്കുക. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പോജ്വലംഗം പരശുമൃഗവരാഭിതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തസ്തുതമരഗണൈവ്യഘ്രകൃത്തിം വസാനം വിശ്വദ്യം വിശ്വവന്ദ്യം നിഖില ഭവഹര പഞ്ചവക്ത്രം ത്രിനേത്രം. അങ്ങനെയുള്ള ശിവനെ ഓം നമഃശിവായ ഷഡക്ഷരമന്ത്രം, പഞ്ചാക്ഷരം നമഃശിവായ, ഷഡക്ഷരമന്ത്രം ജപിച്ച് ഉപാസന ചെയ്യേണ്ട സുന്ദര സുരഭില